ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള കുക്കിംഗ് കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. അപ്പോൾ കിച്ചണിലെ വിശേഷങ്ങളൊന്നും ഒരുപാട് ഷെയർ ചെയ്യുന്നില്ല. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഇന്ന് റെഡിയാക്കിയിരിക്കുന്നത് കൈറൊട്ടിയാണ്. അതുപോലെ തന്നെ നമ്മൾ ഒരു സവോളയും മുട്ടയൊക്കെ ഇട്ട് ചിക്കി എടുത്തിട്ടുള്ള ഒരു മുട്ടത്തോരനും, അതുപോലെ തന്നെ പച്ച തേങ്ങയൊക്കെ അരച്ച് ചേർത്തിട്ടുള്ള പൊട്ടറ്റോ കറിയും, അതിലേക്ക് കുറച്ച് എഗ്ഗും കൂടി ബോയിൽ ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ എന്നത്തെയും പോലെ തന്നെ ഒരു കപ്പ് ചൂട് ചായയും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കഴിഞ്ഞ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി റെഡിയാക്കിയിരുന്നത്. ഒരു കപ്പ് ചൂട് ചായ. പിന്നെ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസൊക്കെ ഞാൻ പ്ലേറ്റിലേക്ക് എടുത്ത് റെഡിയാക്കുകയാണ്. പിന്നെ ലഞ്ചിൻ്റെ കുറച്ച് വിശേഷങ്ങളും, അതുപോലെ തന്നെ ഇനിയിപ്പോൾ ലഞ്ചിൻ്റെ വിശേഷങ്ങളും, അതുപോലെ തന്നെ ഡിന്നർ വിശേഷങ്ങളും, ഈവനിങ് ടീ ആൻഡ് സ്നാക്ക് വിശേഷങ്ങൾ, അങ്ങനെയെല്ലാം ഷെയർ ചെയ്യുന്നുണ്ട്. എല്ലാം കഴിഞ്ഞ ദിവസത്തെ എല്ലാ ഫുഡ് ടേസ്റ്റി ഡിഷസും എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരുന്നത് 2 പത്തിരി, 2 കൈറൊട്ടിയും, അതുപോലെ തന്നെ പൊട്ടറ്റോ കറിയും, പിന്നെ കുറച്ച് മുട്ടത്തോരനും എല്ലാം കൂടെ ചേർന്നിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അതിനുശേഷം പിന്നെ നമ്മൾ ഫ്രൂട്ടായിട്ട് കുറച്ച് വാട്ടർമെലൺ കട്ട് ചെയ്തു. വളരെ മധുരമുള്ള, വളരെ സ്വീറ്റായിട്ടുള്ള വാട്ടർമെലൺ ആയിരുന്നു. അപ്പോൾ ഒരു പ്ലേറ്റ് വാട്ടർമെലൺ കഴിച്ചു. അതിനുശേഷം പിന്നീട് ലഞ്ചിന് വേണ്ടിയിട്ട് നമ്മൾ റെഡിയാക്കിയിരുന്നത് വളരെ അടിപൊളിയായിട്ടുള്ള ഫിഷ് കറി. അപ്പോൾ നമ്മൾ കുടംപുളിയൊക്കെ ഇട്ട് മുളകിട്ട ഫിഷ് കറി ഉണ്ടല്ലോ, നമ്മുടെ നാടൻ കോട്ടയം സ്റ്റൈൽ മീൻ കറി ഉണ്ടല്ലോ, അപ്പോൾ അതാണ് നമ്മൾ റെഡിയാക്കിയിരുന്നത്. പിന്നെ ഉച്ചക്കത്തേന് വേണ്ടിയിട്ട് കുറച്ച് ഫിഷ് എടുത്ത് ഫ്രൈ ചെയ്യുന്നുമുണ്ട്. പിന്നെ ഇന്ന് തോരനായിട്ട് വെക്കുന്നത് മുരിങ്ങയില തോരനാണ്. അപ്പോൾ ആ ഒരു മീൻ കറി, മുരിങ്ങയില തോരൻ, ആ ഒരു കട്ട തൈര്, ആ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത്, ആ ഒരു ടേസ്റ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മീൻ കറിയും ഫിഷ് ഫ്രൈയും ഒക്കെ റെഡിയാക്കിയ ദിവസം അതുകൊണ്ടാണ് നമ്മൾ മുരിങ്ങയില തോരൻ വെക്കുന്നത്. ഇനി ബാക്കിയുള്ള നമ്മുടെ ഉച്ചക്കത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യാം. പിന്നെ നമ്മുടെ ഫിഷ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഡീപ്പായിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഫിഷ് നന്നായിട്ട് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഫിഷ് മൊരിയണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യണം. പിന്നെ കിച്ചണിൽ നിന്ന് നമ്മൾ ഓരോന്നോരോന്ന് നമ്മുടെ ലഞ്ചിൻ്റെ കറികൾ ഓരോന്നോരോന്ന് ടേബിളിലേക്ക് സെറ്റാക്കി വെക്കുകയാണ്. പിന്നെ ഇടയ്ക്ക് ഒന്ന് കിച്ചണിൽ പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുമുണ്ട്. അപ്പോൾ നമ്മുടെ ചോറും കറികളും എല്ലാം ഓരോന്നോരോന്നായിട്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ടേബിളിലേക്കെല്ലാം വിളമ്പി വെക്കുകയാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ കുറച്ച് മുരിങ്ങയ്ക്ക തോരനുണ്ടായിരുന്നു. അപ്പം അതും ചൂടാക്കി എടുത്തു. പിന്നെ ഇന്നത്തെ സ്പെഷ്യലായിട്ടുള്ള മുരിങ്ങയില തോരൻ, പിന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കുടംപുളിയൊക്കെ ഇട്ടിട്ടുള്ള മീൻ കറി, പിന്നെ നമ്മുടെ കട്ട തൈര്, പിന്നെ ചമ്മന്തിപ്പൊടി, പിന്നെ ചൂട് ചോറ് എല്ലാം റെഡിയാക്കി. ഉച്ചക്കത്തെ അപ്പോൾ കഴിക്കാനുള്ള ഐറ്റംസ് എല്ലാം ഓരോന്നോരോന്നായിട്ട് ടേബിളിലേക്ക് റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓരോന്നോരോന്നായിട്ട് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഈ മുരിങ്ങയ്ക്ക തോരൻ എന്ന് പറയുന്ന കഴിഞ്ഞ ദിവസത്തെ കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നതാണ്. പിന്നെ ഫിഷ് ഫ്രൈ വളരെ ഡീപ്പായിട്ട് 2 സൈഡും തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് വളരെ ഡീപ്പായിട്ട് ഫിഷ് നമ്മൾ ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഫിഷ് അത്യാവശ്യം വലിയ പീസസ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണമായിരുന്നു. അങ്ങനെ നമ്മളിനിപ്പോൾ കഴിക്കാനുള്ള ചോറ് പ്ലേറ്റിലേക്ക് വിളമ്പുകയാണ്. നല്ല ചൂട് ചോറ്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ചോറും അതുപോലെ തന്നെ കറികളെല്ലാം പ്ലേറ്റിലേക്ക് ഓരോന്നോരോന്നായിട്ട് വിളമ്പുകയാണ്. അപ്പോൾ ഈ ഫിഷ് എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ വിളമീൻ എന്നൊക്കെ പറയും. നാട്ടിൽ വിളമീൻ എന്നാണ് പറയുന്നത്. ആ ഒരു ഫിഷാണ് വിളമീൻ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ കറി വെച്ചപ്പോൾ അത്യാവശ്യം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള, നല്ല അടിപൊളിയായിട്ടുള്ള കോട്ടയം സ്റ്റൈൽ മുളകിട്ട കുടംപുളിയൊക്കെ ഇട്ടുള്ള ഫിഷ് കറി ആയിരുന്നു. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ചോറെടുത്തു. ആ ചോറിൻ്റെ മുകളിലേക്ക് നമ്മൾ 1-2 പീസ് ഫിഷ് കറിയും അതുപോലെ തന്നെ കുറച്ച് ഗ്രേവിയൊക്കെ ഒഴിച്ചു. പിന്നെ ഒരു വലിയ ഫിഷ് ഫ്രൈ, പിന്നെ മുരിങ്ങയ്ക്ക തോരൻ, അതുപോലെ തന്നെ മുരിങ്ങയില തോരൻ, പിന്നെ കുറച്ച് കട്ട തൈര്, പിന്നെ പപ്പടമൊക്കെ പൊരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കുറച്ച് ചമ്മന്തിപ്പൊടി എല്ലാം കൂടെ ചേർന്നിട്ട് നല്ല അടിപൊളിയായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേരള സ്റ്റൈൽ വളരെ സിമ്പിളായിട്ടുള്ള ഉച്ചയൂണ്. നല്ല അടിപൊളിയായിരുന്നു. ഒരു നാടൻ ഉച്ചയൂണാണ്. ഒരുപാട് വിഭവസമൃദ്ധമായിട്ടുള്ള ഐറ്റംസ് ഒന്നും ഇല്ലെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫേവറേറ്റ് കോംബോയാണ് ഇതെന്ന് പറയുന്നത്. നല്ല മീൻ കറിയും അതുപോലെ തന്നെ നല്ല കട്ട തൈരും അതുപോലെ തന്നെ മുരിങ്ങയില തോരനൊക്കെ വെച്ചിട്ട്
നല്ല ടേസ്റ്റി ആയിട്ട്. പിന്നെ നമ്മൾ എന്താണ് തൈരിൻ്റെ കൂടെ നോൺ വെജ് കൂട്ടരുത്, വിരുദ്ധാഹാരം എന്ന് പറയും. അപ്പോൾ നമ്മളെപ്പോഴും അല്ല, വല്ല കാലത്തുമൊക്കെ നമുക്കിങ്ങനെ ആഗ്രഹം തോന്നുമ്പോൾ നമ്മളിങ്ങനെ കഴിക്കാറുണ്ട്. അപ്പോൾ അവർ എന്തൊക്കെ പറഞ്ഞാലും എത്ര വിരുദ്ധമായിട്ടുള്ള ആഹാരമാണെങ്കിലും നമുക്ക് മീൻകറിയുടെ കൂടെ ആ ഒരു തൈരും കൂടെ കൂട്ടുമ്പോഴത്തേനും ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മൾ ഫിഷ് കറിക്ക് വേണ്ടിയിട്ട് നമ്മൾ വിളമീൻ എങ്ങാണ്ടാണ് എടുത്തിരിക്കുന്നത്. ഫിഷ് ഫ്രൈക്ക് വേണ്ടിയിട്ട് നമ്മൾ തിലാപ്പിയ ഫിഷോ അങ്ങനെ ഒരു ഫിഷാണ് എടുത്തിരിക്കുന്നത്. രണ്ടും രണ്ട് ടൈപ്പ് ഫിഷസാണ് എടുത്തിരിക്കുന്നത്. ഫ്രൈ ചെയ്ത ഫിഷും അതുപോലെ തന്നെ കറി വെച്ച ഫിഷും അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നല്ല ചൂട് ചോറ്, അതിലേക്ക് നല്ല ചൂട് മീൻ കറിയും അതുപോലെ തന്നെ കട്ടത്തൈരും നമ്മുടെ തോരനും ഫിഷ് ഫ്രൈയും ചമ്മന്തിപ്പൊടിയും പപ്പടവും എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു പിടി പിടിക്കുകയാണ്. ഒരു രക്ഷയില്ല, നല്ല അടിപൊളിയാണ്. നമ്മുടെ ഒരു ഫേവറേറ്റ് കോംബോ തന്നെയാണ്. ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ ഭയങ്കര ഇഷ്ടമാണ് മീൻകറി. നല്ല എരിവുള്ള മീൻകറിയും അതിൻ്റെ കൂടെ നല്ല കട്ടത്തൈരെന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ എൻ്റെയും ഫേവറേറ്റ് കോമ്പിനേഷനാണ്. പിന്നെ മീൻകറിയുടെ കൂടെ മുരിങ്ങയില തോരൻ എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടപ്പെട്ട ആ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു കോമ്പിനേഷനാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് മീൻകറി ഉള്ളത് കൊണ്ട് തന്നെയാണ് മുരിങ്ങയില തോരനും റെഡിയാക്കിയത്. അപ്പോൾ ഇതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉച്ചയൂണും കാര്യങ്ങളും ഒക്കെ കഴിക്കുകയാണ്. അപ്പോൾ ഉച്ചയൂണൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഈവനിങ് നമ്മൾ കഴിച്ചത് എന്താണെന്ന് വെച്ചാൽ ഒരു ഈവനിങ് ടൈമൊക്കെ ആയപ്പോഴത്തേനും ഒരു ബർഗർ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചീസി ചിക്കൻ ബർഗറായിരുന്നു. അപ്പോൾ ബർഗർ ഞാൻ നല്ല ചൂട് ബർഗറായിരുന്നു. അപ്പോൾ അത് ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. അതിൻ്റെ കൂടെ നമുക്ക് ടൊമാറ്റോ കെച്ചപ്പും അതുപോലെ തന്നെ ഫ്രഞ്ച് ഫ്രൈസും ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ സ്പെഷ്യലായിട്ട് വൈകുന്നേരം ചായ കുടിക്കുന്നില്ല, കാരണം നമ്മൾ വയറ് നിറച്ച് ചോറൊക്കെ ഉണ്ട്. ഒരുപാട് ഗ്യാപ്പില്ലാതെയാണ് നമുക്ക് ബർഗർ വാങ്ങിയിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ചായ വൈകുന്നേരം കുടിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു ബർഗറും ഫ്രഞ്ച് ഫ്രൈസും ടൊമാറ്റോ കെച്ചപ്പും ഒക്കെ കൂട്ടി നമ്മൾ കഴിച്ചു. അത്യാവശ്യം ഭയങ്കര ഹെവി ആയിട്ടുള്ള ബർഗറായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ഹാഫ് പീസ് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് വളരെ സ്റ്റൊമക്ക് ഫില്ലിംഗ് ആയിട്ട് തോന്നും. പിന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസും ടൊമാറ്റോ കെച്ചപ്പും എല്ലാം കൂടെ ചേർത്ത് കഴിച്ചു. പിന്നെ ഒരു വൈകുന്നേരം ഒരു രാത്രിയൊക്കെ ആയപ്പോഴത്തേനും നമ്മളിതാ ഡേറ്റ്സ് ഫിൽഡ് വിത്ത് പല ടൈപ്പ് നട്ട്സൊക്കെ വെച്ചിട്ട് അത് ഒരു 1-2 കഴിച്ചു. അപ്പോൾ ആ ഒരു പിസ്ത വെച്ചിട്ടുള്ള ഡേറ്റ്സും അതുപോലെ തന്നെ കാഷ്യൂനട്ട് വെച്ചിട്ടുള്ളതും വാൾനട്ട് വെച്ചിട്ടുള്ളതൊക്കെ ഓരോന്നും കഴിക്കുമ്പോഴും ഓരോരോ ഫീലാണ്, ഒരു ഡിഫറെൻറ്റ് ഫീലാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു 2-3 ഡേറ്റ്സ് എടുത്ത് കഴിച്ചു. അപ്പോൾ ഞാനിപ്പോൾ കാഷ്യൂനട്ട് വെച്ചതും അതുപോലെ തന്നെ പിസ്ത വെച്ചതും വാൾനട്ട് വെച്ചതും ഒക്കെ ഓരോന്നെടുത്ത് കഴിക്കുകയാണ്. അപ്പോൾ മധുരമായിട്ട് എന്തെങ്കിലും കഴിക്കാൻ തോന്നിയപ്പോൾ നമ്മുടെ കയ്യിൽ ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞായിരുന്നു. അപ്പം ഒന്നും ഇരിപ്പില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ ഡേറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തിട്ട് നമ്മളിതാ കുറച്ച് കഴിച്ചു. അതിനുശേഷം ഇനിയിപ്പോൾ ഇന്നത്തെ ഡിന്നർ എന്ന് പറയുന്നത് ഞാൻ കാണിക്കാം. ഇന്നത്തെ ഡിന്നർ എന്ന് പറയുന്നത് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു ഡിന്നറാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട്, അപ്പോൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലേ കഴിച്ചുള്ളൂ, എന്നാൽ വളരെ സ്പെഷ്യലാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിന്നറിന് വേണ്ടിയിട്ട് നമ്മുടെ ഉച്ചയ്ക്കത്തെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മീൻകറി ഉണ്ടായിരുന്നു. അപ്പോൾ മീൻകറി ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇന്ന് രാത്രി തന്നെ ഡിന്നറിന് വേണ്ടി റെഡിയാക്കുന്നത് കപ്പ വേവിച്ചതാണ്, കപ്പ പുഴുങ്ങിയതാണ്. അപ്പോൾ ഇതാ വെളിച്ചെണ്ണ, കടുക് പൊട്ടിച്ചു, അതിലേക്ക് കറിവേപ്പിലയും കൊച്ചുള്ളിയും ഒക്കെ ഇട്ടു. നല്ല കുഴഞ്ഞ് നല്ല മാവ് പോലെ വെന്തലിഞ്ഞ നല്ല കപ്പ പുഴുങ്ങിയതും പിന്നെ നമ്മുടെ ഉച്ചയ്ക്കത്തെ ഫിഷ് കറി, നല്ല മുളകുടമ്പുളിയൊക്കെ ഇട്ട നല്ല മീൻ കറിയുമാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ഡിന്നർ എന്ന് പറയുന്നത്. ഒരു രക്ഷയില്ലായിരുന്നു. കുറേ ദിവസം കൂടിയിട്ട് കപ്പ പുഴുങ്ങിയത് മീൻകറിയൊക്കെ കഴിക്കുന്നത് കൊണ്ടൊരു പ്രത്യേക ടേസ്റ്റായിരുന്നു. അപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ കപ്പയുടെ ക്വാണ്ടിറ്റി വളരെ കുറച്ചേ എടുത്തുള്ളൂ. നമ്മൾ ഈവനിങ് ബർഗറും ഉച്ചയ്ക്ക് ഹെവി ആയിട്ട് ലഞ്ചും ഒക്കെ കഴിച്ചത് കൊണ്ട് വളരെ കുറച്ച് കപ്പയും ഫിഷ് കറിയെ നമുക്ക് വേണ്ടിയിരുന്നുള്ളൂ. ഒരു രക്ഷയില്ലായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്ന് പറയുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹോംലി ഡിഷസ്, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹോംലി മീൽസ്, അതായത് വളരെ ടേസ്റ്റി ബ്രേക്ക്ഫാസ്റ്റും സ്പെഷ്യലായിട്ടുള്ള ലഞ്ചും, പിന്നെന്താ വളരെ പുറത്തുനിന്ന് വാങ്ങിച്ചതാണെങ്കിലും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബർഗറും, രാത്രിത്തെ ഈ ഒരു കപ്പയും മീൻകറിയും എല്ലാമായിട്ട് ഒരു കംപ്ലീറ്റ് ആയിട്ട് ടേസ്റ്റ് ആയിട്ടുള്ള ഹോംലി മീൽസ് ആയിരുന്നു. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേയുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.